നല്ല നാടൻ കോഴി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ കുക്കറിലിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അപ്പോഴേക്കും ഒക്കെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ആ പണിക്ക് ഇറങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ അത് സെറ്റാക്കി വെച്ചു. പിന്നെ ഇതാ സബോള എടുത്തിട്ട് വഴറ്റാൻ നിന്നിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടാട്ടോ വഴറ്റണത്. അതാകുമ്പോൾ വേഗം വഴന്ന് കിട്ടുമല്ലോ. അതിനിടയിൽ ഇതാ വേറെ പണിയും കൂടി ഉണ്ട്. ചെറുതായിട്ടൊരു നേരം പോക്കിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇതാ കഴിഞ്ഞ പ്രാവശ്യം തന്നെ നാടൻ കോഴി വെച്ചപ്പോൾ മസാല ഭയങ്കര കുറവായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇപ്രാവശ്യം ഒന്ന് മൂപ്പിച്ചിട്ടിടാന്ന് വെച്ചെങ്കിൽ നല്ല കളറും ഒരു രുചിയൊക്കെ ഒന്ന് കൂടുമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് മല്ലിയും കുറച്ച് മുളകൊക്കെ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് എടുത്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ അപ്പോഴേക്ക് ഞാൻ അപ്പുറത്ത് പോയിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു. പിന്നെ ഇതാ തക്കാളി ഇട്ടു. തക്കാളി കുറച്ച് കൂടിയെന്നൊരു സംശയം ഉണ്ട് കേട്ടോ. പിന്നെ തക്കാളി ഒന്ന് വാടട്ടെന്ന് വിചാരിച്ചിട്ടൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചിട്ടാ. പിന്നെ അതാ ചിക്കന് വെന്തത് അതിലേക്ക് ഇട്ടു. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അത് മൊത്തം ഞാൻ പിന്നീട് ഒഴിച്ചു കിട്ടാ. അങ്ങനെ പിന്നെ അതാ മൂപ്പിച്ച മുളകും മല്ലിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ കുറച്ച് ചിക്കൻ മസാലയും എടുത്തിട്ട് ഇട്ടു കേട്ടോ. അപ്പോൾ നല്ല കളറ് തോന്നിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതാ ഏട്ടൻ്റെ മോൻ വന്നിട്ട് സ്റ്റാൻഡ് എടുത്തിട്ട് പോവായിരുന്നു കേട്ടോ. എങ്ങനെ കീറി